അവർക്ക് കൃത്യമായിട്ടൊരു പദ്ധതിയുണ്ട്. കുറേ ദിവസങ്ങളിൽ ഈ രാഹുലിനെതിരായിട്ടുള്ള കേസ്, അതിജീവിതയുടെ പരാതി, ചിലപ്പോൾ പുതിയ ശബ്ദരേഖകൾ, അത് പലതും പലരുടെയും ഉണ്ടാവും. അതൊക്കെ ഇനി പുറത്തു വന്നേക്കാം. CPM വളരെ കൃത്യമായിട്ടാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഇനി കുറേ ദിവസത്തേക്ക് ഈ അന്വേഷണത്തിന്റെ ബഹളമായിരിക്കും. ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ചിലപ്പോൾ 2-3 ദിവസം താമസിച്ചേക്കാം. അതിനു മുമ്പായിട്ട് ഒരു കളമൊരുങ്ങണമല്ലോ. ചിലപ്പോൾ ചില പുതിയ ശബ്ദരേഖകൾ വന്നേക്കാം. അത് ചിലപ്പോൾ പലരുടെയും കൈവശം ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഒരു വലിയ ബഹളം, അന്തിച്ചർച്ചകള്, അതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുക. അതായിരിക്കും CPM-ന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. കാരണം 9-ാം തീയതി വരെയെങ്കിലും ഇതൊന്ന് ചൂട് പിടിപ്പിച്ച് നിർത്തണം. 9-ാം തീയതിയാണ് ആദ്യഘട്ടം വോട്ടിംഗ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള. അതായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തത് ഒരുപോലെയാണെന്ന് കരുതാൻ മാത്രം, ചിന്തിക്കാൻ മാത്രം അത്ര പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങളെന്ന് CPM ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.